സ്റ്റുഡൻസ്, അപ്പൊ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 9 ഘർ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിന്റെ ടെക്സ്ച്വൽ ക്വസ്റ്റ്യൻസ് ആൻഡ് എക്സസൈസസ് ആണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അത് നമുക്ക് എന്താന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, യഹാം കലി കോൻ ഹെ ഓർ ഖിലി ഖിലി കാ മത്ലബ് ക്യാ ഹോഗ. അതായത് ഇവിടെ കലി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ആരെയാണ്, അതേപോലെ തന്നെ ഖിലി ഖിലി അതായത് പൂത്ത് നിൽക്കുന്നു അല്ലെങ്കിൽ സന്തോഷത്തോടെ നിൽക്കുന്നു എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതിന്റെ മീനിങ് എന്താണെന്നാണ് പറയുന്നത്. യഹാം കലീസെ ആശയ ചിപ്കലീസെ ഹെ. അതായത് ഇവിടെ കലി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചിപ്കലി അല്ലെങ്കിൽ നമ്മുടെ ആ ലിസാർഡിനെയാണ്. ഖിലി ഖിലി കാ അർത്ഥ ഹെ പ്രസന്ന. അതായത് വളരെ ഖിലി ഖിലി എന്ന് പറഞ്ഞ് മീൻ ചെയ്യുന്നത് വളരെയധികം ഹാപ്പിയാണ് അല്ലെങ്കിൽ സന്തോഷത്തോടെ ഇരിക്കുന്നു, അതാണ് ഇവിടെ പറയുന്നതിന്റെ അർത്ഥം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ओ छिपो में तुम्हारा दर्द समझ सकता हूँ, या हम दूसरे का दर्द समझने का क्या मतलब है. അതായത് ഓ ചിപ്പു, അതായത് ചിപ്കലീനെ സ്വീറ്റ് ആയിട്ട് വിളിക്കുന്നതാണ് ചിപ്പു എന്ന്. എന്നിട്ട് പറയുന്നതാണ് നിന്റെ സങ്കടം എന്തെന്ന് ഞാൻ ഇവിടെ മനസ്സിലാക്കുന്നു. ഇവിടെ മറ്റുള്ളവരുടെ സങ്കടം മനസ്സിലാക്കുക എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്, അതാണ് ചോദ്യം. दूसरों के दर्द को समझने का मतलब है दूसरे व्यक्ति की परेशानी दुख या भावनाओं को महसूस करना. അതായത് മറ്റുള്ളവരുടെ ദുഃഖം മനസ്സിലാക്കുക എന്നതുകൊണ്ടോ അതായത് മറ്റൊരു വ്യക്തിയുടെ ബുദ്ധിമുട്ട്, ദുഃഖം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചിന്തകൾ എന്നെന്ന് അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക. ഉസ്കെ പ്രതി സഹാനുഭൂതി രഖ്ന. അതായത് അതിനോട് സഹാനുഭൂതി കാണിക്കുക. ഗിർ ഗിറ്റ് സ്വയം ബി അക്കേലാപ്പൻ കാ അനുഭവ കർ ചുക്കാ ഹൈ. അതായത് ഇവിടെ നമ്മൾ ഇവിടെ മനസ്സിലാക്കാം, ഗിർഗിറ്റ് അതായത് കെമിലിയോൺ സ്വയം അവൻ എപ്പോഴും ഒറ്റയ്ക്ക് തന്നെയാണ്, ഒറ്റപ്പെടുന്നതിന്റെ അനുഭവം എന്തെന്നും അവന് നന്നായിട്ട് അറിയാം. ഇസ്ലിയെ വഹ് ചിപ്പു കാ ദർദ് സമझ सकता है. അതുകൊണ്ട് തന്നെ ചിപ്കലി അതായത് നമ്മുടെ ലിസാർഡിന്റെ ദുഃഖം എന്തെന്നും അവന് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നതാണ് ഇവിടെ മനസ്സിലാവുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, हमारी तरह दीवारों खिड़कियां या छत से उनका खास लेना देना नहीं. അതായത് നമ്മെ പോലെ ഈ മതിലുകളോടും ജനലുകളോടും അല്ലെങ്കിൽ ഈ റൂഫിനോടും ഒന്നും തന്നെ അവന് പ്രത്യേകിച്ച് കൊടുക്കൽ വാങ്ങലുകളോ അങ്ങനെ യാതൊരു ബിസിനസ്സും ഇല്ല. യഹാം ഫർഹദ് കെ പ്രതി പ്രാണിയോ കാ കോൺ സാ മനോഭാവ പ്രകട് കർത്താ ഹെ. അതായത് ഇവിടെ ഫർഹദിനെ കുറിച്ച് മറ്റുള്ള ജീവികൾ മനോഭാവം എന്താണ് പ്രകടമാക്കുന്നത്. യഹാം ഫർഗത് കെ പ്രതി പ്രാണിയോം കാ അപ്നാപൻ പ്രേം ഓർ വിശ്വാസ് പ്രകട് ഹോത്താ ഹെ. അതായത് ഇവിടെ ഫർഹദിന് ഈ ജീവികളോടുള്ള ഇഷ്ടവും സ്നേഹവും അവരും സ്വന്തമാണെന്നുള്ള ഒരു വിശ്വാസവുമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. വേ ഫർഹദ് കോ അപ്ന മിത്ര മാനത്തെ ഹെ. ആ ജീവികളെല്ലാം തന്നെ ഫർഹദിനെ സ്വയം അവരുടെ സുഹൃത്തായിട്ട് കണക്കാക്കുന്നു. ഓർ ഉസ്കെ ആസ്പാസ് സഹജ് തഥാ സുരക്ഷിത് മഹസൂസ് കർത്താ ഹെ. മാത്രവുമല്ല ഫർഹദിൻ അടുത്തുള്ളപ്പോൾ അവർ എന്താണ് സുരക്ഷിതമായും അതേപോലെ തന്നെ സ്നേഹവും അവർക്ക് തോന്നാറുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ടെക്സ്ച്വൽ ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് നെക്സ്റ്റ് വൺ ടെക്സ്ച്വൽ ആക്ടിവിറ്റീസ് ആണ് ഇവിടെ പറയുന്നത്. ഈ ഖേം പ്രകൃതി ഖിൻ കിൻകാ ഗർ ഹെ. എഴുതുക ഇവിടെ പ്രകൃതി ആരുടെ എല്ലാം വീടാണ്. അപ്പൊ ഇത് ഫർഹദ് കാ ഗർ എന്ന് ആദ്യം തന്നെ നമുക്ക് എഴുതിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ചിപ്കലി കാ ഗർ ലിസാർഡിന്റെ വീടാണ്. ഗിർഗിറ്റ് കാ ഗർ കെമിലിയോന്റെ വീടാണ്. മക്കിയോം കാ ഗർ അതായത് ഈച്ചകളുടെ ഫ്ലൈസിന്റെ വീടാണ്. മക്കടി കാ ഗർ അതായത് സ്പൈഡറിന്റെ വീടാണ്. ചീട്ടിയോം കാ ഗർ ആൻസിന്റെ വീടാണ്. തത്തയ്യ കാ ഗർ അതായത് വാസ്പിന്റെ വീടാണ്. മേണ്ടക്യോം കാ ഗർ അതായത് ചെറിയ ഫ്രോക്സിന്റെയും വീടാണ് എന്ന് നമുക്ക് പറയാം. പര്യാവരൺ സെ ഗർ ശീർഷക് കാ ക്യാ സംബന്ധ ഹെ അപ്ന വിചാർ ലിഖേം. അതായത് ഇവിടെ പ്രകൃതിയുടെ പരിസ്ഥിതി അതും ഈ ഗർ എന്ന് പറഞ്ഞാൽ വീട് എന്നുള്ള ഈ ഒരു തലക്കെട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിന് കൊടുത്തിരിക്കുന്നത്. അതുമായിട്ടുള്ള ബന്ധം എന്താണ് താങ്കളുടെ ചിന്ത അനുസരിച്ചിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗർ കാ പര്യാവരൺ സെ ഗഹ്റാ സംബന്ധ ഹെ. അപ്പൊ ആദ്യം തന്നെ എഴുതിയിട്ടുണ്ട് വീടും പ്രകൃതിയും പരിസ്ഥിതിയും തമ്മിൽ ഒരുപാട് ബന്ധമാണുള്ളത്. ഗർ കേവൽ മനുഷ്യോം കി രഹനെ കി ജഗഹ് നഹി ഹെ. വീട് എന്ന് പറയുന്നത് മനുഷ്യർക്ക് മാത്രം ജീവിക്കാനുള്ളതല്ല, ബൽക്കി പേड़ पौधे പശു പക്ഷി और പ്രകൃതി भी हमारे जीवन का हिस्सा है. അതായത് വീട് എന്ന് പറയുന്നത് മനുഷ്യന് വേണ്ടി മാത്രമല്ല
പേട് പൗധെ ചെടികൾക്കും മരങ്ങൾക്കും മൃഗങ്ങൾക്കും പക്ഷികൾക്കും അതുപോലെ തന്നെ പ്രകൃതിയിലെ എല്ലാ ജീവികൾക്കും അതിലൊരു പങ്കുണ്ട്. कहानी में मनुष्य और अन्य जीव जंतु एक दूसरे के साथ मिलकर रहते हैं. അതായത് ഈ കഥയിൽ നമ്മൾക്ക് കാണാൻ കഴിയും മനുഷ്യരും മറ്റു ജീവികളും ഐക്യത്തോടെയാണ് ജീവിക്കുന്നത്. इसलिए प्रकृति और जीव जंतुओं के लिए भी घर एक सुरक्षित और अपनापन देने वाला स्थान है. അതുകൊണ്ട് തന്നെ ഈ വീട് എന്ന് പറയുന്നത് മനുഷ്യരും മറ്റു ജീവികളും ഐക്യത്തോടെ താമസിക്കുന്നു. അതിനാൽ വീട് പ്രകൃതിക്കും മൃഗങ്ങൾക്കും സുരക്ഷിതവും സ്വാഗതാർഹവുമായ സ്ഥലമാണ് എന്നതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. इससे हमें पर्यावरण की रक्षा करने और सभी जीवों के प्रति പ്രേം വ സംവേദന രഖ്യം की സീഖ് മിൽത്തി ഹെ. അതുകൊണ്ട് തന്നെ ഈ പ്രകൃതിയിലുള്ള എല്ലാ ജീവികളെയും നമ്മൾ സഹായിക്കുകയും രക്ഷിക്കുകയും വേണം. എല്ലാ ജീവജാലങ്ങളോടും സ്നേഹവും അനുകമ്പയും പുലർത്താനും ഇത് നമ്മെ പഠിപ്പിക്കുന്നു. അതുകൂടാതെ തന്നെ പരിസ്ഥിതിയെ സംരക്ഷിക്കാനും ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ ദേഖേം വാക്കി കേസെ ബന്ധേ ഹെ. അതായത് ഒരു ചെറിയ വേർഡാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിൽ നിന്നും വലിയ സെന്റൻസസ് നമ്മൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതാണ് ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്നത്. ഉനോനെ ലൈറ്റ് ജലായി, ഉനോനെ ഹർ ജഗഹ് ലൈറ്റ് ജലായി, ഹർ ജഗഹ് അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വീണ്ടും അതിന്റെ കൂടെ മറ്റൊന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. ഉനോനെ മക്കാനോമേം ഹർ ജഗഹ് കി ലൈറ്റ് ജലായി, വീണ്ടും സെന്റൻസ് വലുതാക്കിയിരിക്കുകയാണ്. പിന്നെ ഉനോനെ നയെ മക്കാൻമേം ഹർ ജഗഹ്, വീണ്ടും ആ സെന്റൻസ് വലുതാക്കി നയെ ആഡ് ചെയ്തിട്ടുണ്ട്. उन्होंने अपने नए मकान में हर जगह की लाइट ജലായി. അതായത് ഈ വേർഡിന്റെ മീനിങ് മാറിപ്പോവാതെ പുതിയ പുതിയ സെന്റൻസസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വലുതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉന്നോനെ दो कमरे किचन और बरमदे वाले अपने नए मकान में हर जगह की लाइट जलाई. വീണ്ടും ഇവിടെ ദോ കമരെ, 2 റൂം, കിച്ചൺ, ബർമദയുള്ള തന്റെ ആ ഒരു പുതിയ വീട്ടിൽ ലൈറ്റുകളെല്ലാം തന്നെ തെളിയിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ഉന്നോനെ ദോ കമരെ കിച്ചൺ और बरमदे वाले अपने नए मकान में हर जगह की लाइट जलाई എന്ന് നമുക്ക് ലാസ്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നു. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു സെന്റൻസ് തന്നിട്ടുണ്ട്. ഫർഹദ് ടഹൽനെ നിക്കല, അതായത് ഫർഹദ് നടക്കാനിറങ്ങി. അപ്പൊ അതിലെ ഫസ്റ്റ് സെന്റൻസ് അത് തന്നെ, ഫർഹദ് ടഹൽനെ നിക്കല. നെക്സ്റ്റ് വൺ ഫർഹദ് ടഹൽനെ ലഗ, മീനിങ് മാറാതെ എഴുതിയിരിക്കുന്നതാണ്. ഫർഹദ് നടക്കാൻ തുടങ്ങി. ഫർഹദിനെ സുബഹ് ടഹൽനെ ലഗ, അതായത് ഫർഹദ് രാവിലെ നടക്കാൻ തുടങ്ങി. ഫർഹദ് ദോസ്തോം കെ സാത്ത് സുബഹ് ടഹൽനെ ലഗ, വീണ്ടും പറയുന്നുണ്ട് ഫർഹദ് രാവിലെ സുഹൃത്തുക്കൾക്കൊപ്പം നടക്കാനിറങ്ങി. ഫർഹദ് പാർക്ക് മേ ദോസ്ത് കെ സാത്ത് സുബഹ് ടഹൽനെ ലഗ, അതായത് ഫർഹദ് പാർക്കിൽ തന്നെ തന്റെ കൂട്ടുകാരോടൊപ്പം കാലത്തെ നടക്കാനിറങ്ങി. അതായത് ആ സെന്റൻസിന്റെ ബേസിക് മീനിങ് മാറാതെ നമുക്ക് എന്ത് വേണമെങ്കിലും ആ സെന്റൻസിലേക്ക് ആഡ് ചെയ്ത് അത് വലുതാക്കാനാവുകയും അത് ആ മീനിങ് നഷ്ടമാകാതെ അത് ക്രിയേറ്റ് ചെയ്യാനും കഴിയും എന്നതാണ് ഇവിടെ കാണിച്ചു തരുന്നത്. കൊടുത്തിരിക്കുന്നത് രേഖാങ്കിത് ശബ്ദോം പർ ധ്യാൻ ദേ, അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന വേർഡ്സ് ശ്രദ്ധിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഗിർഗിറ്റിനെ രംഗ് ബദൽത്തെ ഹുയെ കഹ, അപ്പൊ അവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ് എന്ന് പറയുന്നത് രംഗ് ബദൽത്തെ ഹുയെ. അപ്പൊ രംഗ് ബദൽത്തെ ഹുയെ എന്ന് പറയുന്നത് ഒരു ക്രിയയാണ്, അതായത് അത് ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ, അതിന്റെ കളർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊരു ക്രിയയാണ്. നെക്സ്റ്റ് വൺ ഫർഹദിനെ ചപ്പൽ കോ ആഹിസ്തേ സെ ഉഠായ, അതായത് ഫർഹദ് ഇവിടെ ചപ്പൽ പതുക്കെ എടുത്തു, അതായത് ആഹിസ്തേസെ, അതും ഒരു ക്രിയ തന്നെയാണ്. അതും വളരെ പതുക്കെ എന്ന് ആ ക്രിയക്ക് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ചിപ്കലിനെ ചാരോം ഓർ നസർ ഘുമാക്കർ ദേഖ, അതായത് ചിപ്കലി 4 പാടും തന്റെ കണ്ണുകൾ ചുഴറ്റിക്കൊണ്ട് നോക്കി. അതായത് ചാരോം ഓർ 4 പാടും എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതും വീണ്ടും ഒരു ക്രിയയാണ്. അപ്പൊ അതേപോലത്തെ സെന്റൻസസ് നമ്മൾ ഇതിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ പറയാം,
गिरगिट ने उबासी लेते हुए कहा. ഉബാസി ലേത്തെ ആണ് അവിടെ മെയിൻലി വേർഡ് വന്നിരിക്കുന്നത്. ഉബാസി ലേന എന്ന് പറഞ്ഞാൽ ദീർഘശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു, അതായത് തന്റെ ടയേർഡ്നെസ് അവിടെ വ്യക്തമാക്കുന്നുണ്ട്. ഇനി അടുത്തത് ചിപ്കലിനെ മുസ്കുരാത്തെ ഹുവേ കഹാ. ചിപ്കലി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവിടെ ചിരിക്കുന്നത് എന്നതാണ് അവിടെ മുസ്കുരാത്തെ ഹുവേ ആണ് അവിടെ ക്രിയയായിട്ട് നടന്നിരിക്കുന്നത്. ഇനി ആപ് ലോഗ് ഇത്തനി തേസ് ആവാസ് മേ बात कर रहे कि मेरे बच्चे सोने के बजाय करवट बदल रहे हो. കാലി ചീട്ടിയോനെ ഷിക്കായത്ത് കർത്തേ ഹുവേ കഹാ. അപ്പൊ ഇവിടെ ഷിക്കായത്താണ് നമുക്ക് പറയുന്നത്, അതായത് പരാതി പറഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ അതും ഒരു ക്രിയയായിട്ട് എടുത്ത് പറയാവുന്നതാണ്. ധ്യാൻ ദേ യേ വാക്യ കിൻകെ ബാരേമേം ഹെ. അതായത് ശ്രദ്ധിക്കുക, ഇവിടെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളെല്ലാം ആരെ കുറിച്ചാണ് പറയുന്നത്. മേരാ തർജുബ കഹത്തെ ഹെ കി ചിപ്കലിയോം കെ പീछे झाड़ू लेकर पड़े रहने वालों में से वो नहीं है. അതായത് എന്റെ അനുഭവം പറയുന്നത് ചിപ്കലീസ്, അതായത് ലിസാർഡ്സിന്റെ പല്ലികളുടെ എല്ലാം പുറകെ ചൂലുമായിട്ട് ഓടുന്ന ആളുകളെ പോലെ ഒന്നുമല്ല അദ്ദേഹം. അപ്പൊ ഫർഹദിനെ കുറിച്ചായിട്ടാണ് ഇത് പറയുന്നത്. സച്ച് പൂച്ചോ തോ വേ ബഹുത് തോടി സി ജഗഹ് ലേത്തെ ഹെ ഇസ് മക്കാൻ മേ. അതായത് സത്യം പറയുകയാണെങ്കിൽ അദ്ദേഹം വളരെ കുറച്ച് ഇടമേ ഈ ഒരു വീട്ടിലെടുക്കുന്നുള്ളൂ. ഹമാരി തരഹ് ദീവാരോം ഖിടിക്കിയോം യാ ഛത്ത് സെ ഉൻകാ ഖാസ് ലേന ദേന നഹി. നമ്മെ പോലെ ഈ മതിലുകളോടും ജനലുകളോടും റൂഫിനോടും ഒന്നും അദ്ദേഹത്തിന് പ്രത്യേകിച്ച് യാതൊരു കൊടുക്കൽ വാങ്ങലുകളോ ഒന്നും തന്നെ ഇല്ല. വേ ബഹുത് ഖുഷ് ഹേ കി നേ ഘർ മേ അപ്നാ പരിവാർ ബഡ് രഹാ ഹൈ ഓർ സബി ഖുഷ് ഹേ. അദ്ദേഹം വളരെ സന്തോഷമാണെന്നാണ്, അദ്ദേഹത്തിന്റെ ഈ പുതിയ വീട്ടിൽ അദ്ദേഹത്തിന്റെ കുടുംബം വലുതാകുന്നതിനെ കുറിച്ച് അദ്ദേഹം വളരെയധികം സന്തോഷവാനാണ്. ഇത് ആരെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്? ഇത് ഫർഹദിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഫർഹദിൻ കെ ചരിത്ര പർ ടിപ്പണി ലിഖേം. അതായത് ഫർഹദിന്റെ ക്യാരക്ടർ ട്രെയ്റ്റ്സ് എന്താണെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫർഹദ് കെ ചരിത്ര പർ ടിപ്പണി. ഇനിയിപ്പോ നമ്മള് ഫർഹദിന്റെ ക്യാരക്ടർ ട്രെയ്റ്റ്സ് എന്താണെന്നാണ് നമ്മള് പറയാൻ പോകുന്നത്. फरहद एक दयालु संवेदनशील और പ്രകൃതി പ്രേമി വ്യക്തി ഹെ. അതായത് ഫർഹദ് വളരെ കൈൻഡ് ആയിട്ടുള്ള, സെൻസിബിൾ ആയിട്ടുള്ള, അതേപോലെ പ്രകൃതി സ്നേഹി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. വഹ് ചിപ്കലിയോം और अन्य जीव जंतुओं को नुकसान पहुंचने के बजाय उनके साथ प्रेम और सहानुभूति से व्यवहार करते हैं. അതായത് അദ്ദേഹം ഈ ചിപ്കലി ലിസാർഡ്സിനോടും അങ്ങനെയുള്ള സഹജീവി ജന്തുക്കളൊക്കെ ഒന്നും യാതൊരു ഡാമേജസും വരുത്താതെ അദ്ദേഹം അവരോടെല്ലാം വളരെ സ്നേഹത്തോടും സഹാനുഭൂതിയോടും കൂടെയാണ് പെരുമാറുന്നത്. വഹ് സബി ജീവോं को अपने घर में रहने का अधिकार देता है. അദ്ദേഹം എല്ലാ ജീവികളെയും തന്റെ വീട്ടിൽ ജീവിക്കാൻ സമ്മതിക്കുന്നു. और उनके सुख दुख को समझता है. അതുപോലെ തന്നെ അവരുടെ സുഖവും ദുഃഖവും എന്തെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. വഹ് ജീവ ജന്തുओं के प्रति प्रेम सह अस्तित्व और पर्यावरण संरक्षण का भावना रखने वाला व्यक्ति है. അതേപോലെ തന്നെ അദ്ദേഹം മറ്റു ജീവികളോട് സ്നേഹവും അവർക്കും അദ്ദേഹത്തോടൊപ്പം തന്നെ ജീവിക്കാനുള്ള അവകാശമുണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളും, അതേപോലെ പര്യാവരൺ എൻവയോൺമെന്റിനെ എങ്ങനെ സംരക്ഷിക്കണമെന്നും ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. उसके व्यवहार से हमें सीख मिलता है कि हमें प्रकृति और सभी प्राणियों के प्रति दया और सम्मान रखना चाहिए. അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ പഠിക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഈ പ്രകൃതിയിലുള്ള എല്ലാ ജീവികളോടും ദയയും അവരോടെല്ലാം റെസ്പെക്റ്റും കാണിക്കണം എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാകുന്നത്. ചർച്ച കരേം, അതായത് നമ്മളോട് ചർച്ച ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. प्रकृति में हर प्राणी की अपनी जगह होती है, क्या आप इससे सहमत है? कारण बताएं. അതായത് ഈ പ്രകൃതിയിലെ ഓരോ ജീവികൾക്കും അവരവരുടേതായ സ്ഥാനമുണ്ട്. താങ്കൾ ഇതിന് മനസ്സിലാക്കുന്നുണ്ടോ അല്ലെങ്കിൽ സമ്മതിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന്റെ കാരണവും പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഹാ മേ സഹമത് ഹും. അതെ, അത് ഞാൻ സമ്മതിക്കുന്നു. പ്രകൃതി മേ ഹർ പ്രാണിക്ക് ഏക് വിശേഷ ജഗഹ് ഓർ ഭൂമിക ഹോത്തെ ഹെ. അതായത് പ്രകൃതിയിലെ ഓരോ ജീവിക്കും
ജീവികൾക്കും അതിൻ്റെതായ പ്രത്യേകതയും സ്ഥാനവും പങ്കുമുണ്ട്. छोटे से छोटी जीव भी पर्यावरण का संतुलन बनाए रखने में योगदान देते हैं. അതായത് ഏറ്റവും ചെറിയ ജീവികൾ പോലും പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനായിട്ട് അവരുടേതായ സംഭാവനകൾ ചെയ്യുന്നുണ്ട്. जैसे पक्षी बीज फैलाते हैं, मधुमक्खियां परागण करते हैं और कई जीव कीटों की संख्या को नियंत्रण करते हैं. അതായത് ഇവിടെ പക്ഷികൾ വിത്തുകൾ പല സ്ഥലങ്ങളിൽ കൊണ്ടിടുന്നത് പോലെ തന്നെ തേനീച്ചകൾ പരാഗണം നടത്തുന്നു. മറ്റ് ജീവിജാലങ്ങളും പ്രാണികളുടെ എണ്ണങ്ങൾ നിയന്ത്രിക്കുന്നു. यदि किसी एक प्राणी की प्रकृति से हट दिया जाए तो पर्यावरण का संतुलन बिगड़ जाता है. അതായത് ഏതെങ്കിലും ഒരു ജീവിയെയോ ജീവജാലത്തെയോ ഈ ഒരു പ്രകൃതിയുടെ ഈ ഒരു സൈക്കിളിൽ നിന്നും നമ്മൾ മാറ്റിക്കളയുകയാണെന്നുണ്ടെങ്കിൽ എൻവയോൺമെന്റിന്റെ ബാലൻസ് തന്നെ പോയി പോകുന്നു. इसलिए हमें सभी जीव जंतुओं के प्रति दया, प्रेम और सम्मान रखना चाहिए. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ജീവജാലങ്ങളോടും കരുണ, സ്നേഹം, ബഹുമാനം എന്നിവ കാണിക്കണം. ഇത് ഇത്തിരി വലുതായിട്ടാണ് തന്നിരിക്കുന്നത്. ഇതേ ക്വസ്റ്റ്യന് തന്നെ ഞാൻ മറ്റൊരു ആൻസറും കൂടി ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് പഠിക്കേണ്ടത് മാർക്ക് അനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഹാ മേ ഇസെ സഹമത് ഹും, അതെ ഞാൻ ഇത് മനസ്സിലാക്കുന്നു. അതായത് പ്രകൃതിയിലെ എല്ലാ ജീവികൾക്കും അവരവരുടേതായ സ്ഥാനമുണ്ട് എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് നമ്മളിവിടെ ക്ലിയർ ചെയ്യാൻ പോകുന്നത്. പ്രകൃതിമേം ഹർ പ്രാണിക്ക് അപ്നി ജഗ ഹോത്തി ഹെ, പ്രകൃതിയിലുള്ള എല്ലാ ജീവികൾക്കും അവരുടേതായ സ്ഥാനമുണ്ട്. ഹർ ജീവ പ്രകൃതി കെലിയെ ഉപയോഗി ഹെ, എല്ലാ ജീവികളും പ്രകൃതിക്ക് ഉപയോഗപ്രദമാണ്. छोटे जीव भी पर्यावरण को संतुलन रखते हैं, ചെറിയ ജീവികൾ പോലും എൻവയോൺമെന്റിനെ ഒരു ബാലൻസ് കാത്തുരക്ഷിക്കുന്നു. इसलिए हमें सभी जीवों से प्रेम करना चाहिए. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ജീവികളെയും സ്നേഹിക്കണം. हमें किसी भी जीव को बिना करुणा नुकसान नहीं पहुंचाना चाहिए. അതായത് നാം ഈ ലോകത്തിലുള്ള ഒരു ജീവികളെയും യാതൊരു കരുണയും ഇല്ലാതെ ഉപദ്രവിക്കാനോ അവർക്കൊരു ഡാമേജസ് വരുത്താനോ ചെയ്യാൻ പാടില്ല എന്നതാണ് ഇവിടെ പറയുന്നത്. പ്രകൃതി സബ്കാ ഘർ ഹെ, ലഘുലേഖൻ തയ്യാർ കീജിയെ. അതായത് പ്രകൃതി എന്ന് പറയുന്നത് എല്ലാവരുടെയും വീടാണ്. അതിനെ കുറിച്ച് ഒരു ചെറിയൊരു ലേഖനം തയ്യാറാക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. प्रकृति सबका घर है, इसमें मनुष्य, पक्षी, पशु പക്ഷി, പേട്, പൗധെ और छोटे छोटे जीव रहते हैं. അതായത് പ്രകൃതി എന്ന് പറയുന്നത് തന്നെ എല്ലാവരുടെയും വീടാണ്. അവിടെ മനുഷ്യർ, മൃഗങ്ങൾ, പക്ഷികൾ, മരങ്ങൾ, സസ്യങ്ങൾ, ചെറുജീവികൾ എന്നിവയുടെ ആവാസ കേന്ദ്രമാണ്. പേട് ഹമേം ഹവ ഫൽ ഓർ ഛായ ദേത്തെ ഹെ, അതായത് മരം എന്ന് പറയും, മരങ്ങൾ നമുക്ക് വായു, പഴങ്ങൾ, തണൽ എന്നിവ നൽകുന്നു. അതേപോലെ തന്നെ പശു പക്ഷി പര്യാവരൺ കാ സന്തുലൻ ബനായെ രഖ്നെ മേ മദദ് കർത്തെ ഹെ, അതേപോലെ തന്നെ മൃഗങ്ങളും പക്ഷികളും പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ നമ്മെ സഹായിക്കുന്നു. പേട് നെഹി കട്ട്ന ചാഹിയെ, നമ്മൾ ഒരിക്കലും ഈ മരങ്ങളൊന്നും വെട്ടാതെ അവയെല്ലാം കാത്തുരക്ഷിക്കണം. ഓർ നാ ഹി കിസി ജീവ് കാ ബിനാ കരുണ നുക്സാൻ പहुंचाना चाहिए, അതായത് നമ്മൾ യാതൊരു കരുണയുമില്ലാത്ത മറ്റു ജീവജാലങ്ങളെ ഉപദ്രവിക്കുകയും ചെയ്യരുത്. പ്രകൃതിക്ക് രക്ഷ കർണ ഹം സബി കാ ജിമ്മീന്ദാരി ഹെ, അതായത് പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും തന്നെ ഉത്തരവാദിത്തമാണ്. ഇനി നമുക്ക് കുറച്ച് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഘർ പാട് കാ ലേഖക് കോൻ ഹെ, ഘർ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിന്റെ ലേഖകനാണ് ആരാണെന്നാണ്. ഘർ പാട് കാ ലേഖക് പ്രഭാത് ഹെ, ഘർ എന്ന് പറയുന്ന പാഠത്തിന്റെ ലേഖകൻ പ്രഭാതാണ്. ഫർഹദ് കോൻ തക്ക, ഫർഹദ് ആരായിരുന്നു? ഫർഹദ് ഏക് ദയാലു ഓർ പ്രകൃതി പ്രേമി വ്യക്തി ഥ, ഫർഹദ് ഒരു കൈൻഡ് ആയിട്ടുള്ള പ്രകൃതി സ്നേഹിയായ ഒരു വ്യക്തിയാണ്. ഫർഹദ് കോ പശു പക്ഷിയോം കോ കേസെ ലഗാവ്ത, ഫർഹദിന് ആനിമൽസിനെയും ബേർഡ്സിനെയും എങ്ങനെയായിരുന്നു ഇഷ്ടം, അല്ലെങ്കിൽ ജീവികളെ എങ്ങനെയായിരുന്നു ഇഷ്ടം? ഫർഹദ് കോ പശു പക്ഷിയോം സെ ബഹുത് പ്രേം ഓർ ലഗാവ്ത, ഫർഹദിന് ആനിമൽസിനോടും ബേർഡ്സിനോടും സഹജീവികളോടും എല്ലാം തന്നെ വളരെയധികം ഇഷ്ടം ആയിരുന്നു. ഫർഹദ് ശിവ്കുലിയും കോ ക്യോം നെഹി ഭഗാത്ത ഥ, ഫർഹദ് എന്തുകൊണ്ടാണ് ലിസാർഡ്സിനെ ഓടിക്കാതെ ഇരുന്നത്? ക്യോംകി വഹ് സബ് ജീവിയോം കോ ജീനെ കി അധികാർ ദേത്താ ഥ, കാരണം അദ്ദേഹം എല്ലാ ജീവികൾക്കും ജീവിക്കാനുള്ള അധികാരമുണ്ടെന്ന് വിശ്വസിച്ചിരുന്നു. ഫർഹദ് കെ ഘർ മേം കോൺ കോൺ സെ ജീവ് രഹത്തെ തെ, ഫർഹദിന്റെ വീട്ടിൽ
എന്തെല്ലാം തരം ജീവികളാണ് ഉണ്ടായിരുന്നത്. उसके घर में छिपकलियां, गिरगिट और दूसरे छोटे जीव रहते थे. ഫർഹദിന്റെ വീട്ടില് ലിസാർഡ്സ്, കെമിലിയോൺ അതേപോലെ ചെറിയ ചെറിയ ജീവികൾ താമസിച്ചിരുന്നു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, छिपकलियां घर में कहाँ रहती थी. ഈ ലിസാർഡ്സ് എവിടെയാണ് ജീവിച്ചിരുന്നത്. छिपकलियां घर में दीवारें, खिड़कियां और छत के आसपास रहती थी. ലിസാർഡ്സ് വീടുകളിലെ മതിലുകളിലും അതേപോലെ ജനലുകളിലും അതേപോലെ റൂഫിലും ഒക്കെയാണ് ജീവിച്ചിരുന്നത്. പ്രകൃതി സബ്കാ ഘർ ഹേ സേ ക്യാ താത്പര്യ ഹേ. പ്രകൃതി എല്ലാവരുടെയും വീടാണ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്. ഇസ്കാ അർത്ഥ ഹേ കി മനുഷ്യ ഓർ സബി ജീവ് ജന്തു പ്രകൃതി മേ മിൽക്കർ രഹത്തെ ഹേ. അതായത് ഇതിനെ അർത്ഥമാക്കുന്നത് മനുഷ്യരും മറ്റ് സഹജീവികളും പ്രകൃതിയിൽ എല്ലാവരും ഒരുമിച്ചാണ് കഴിയുന്നത്. ഫർഹദ് കാ ചരിത്ര കേസാത്ത. ഫർഹദിന്റെ ക്യാരക്ടർ എങ്ങനെയാണ്. ഫർഹദ് ദയാലു, സദനാശീൽ ഓർ ജീവ് ജന്തുओं से प्रेम करने वाला व्यक्ति था. ഫർഹദ് എന്ന് പറയുന്നത് വളരെ കൈൻഡ് ആയിട്ടുള്ള, സെൻസിബിൾ ആയിട്ടുള്ള, അതേപോലെ മറ്റു ജീവികളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഗിർഗിഡിന് ചിപ്പു ക ദർദ് ക്യൂം സംജ. ഗിർഗിഡിന് അതായത് കെമിലിയോണിന് എങ്ങനെയാണ് ലിസാർഡിന്റെ ആ ഒരു വിഷമം മനസ്സിലായത്. ക്യൂംകി ഗിർഗിഡ് ബി അക്കേലാപ്പൻ और परेशानी को समझता था, इसलिए ചിപ്പു ക ദർദ് समझ सका. അതായത് കെമിലിയോണിന് തന്റെ ഒറ്റപ്പെടലിന്റെ ബുദ്ധിമുട്ട് എന്തെന്ന് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ലിസാർഡിന്റെ വിഷമവും മനസ്സിലായത്. ചിപ്പു കോൺതെ. ചിപ്പു എന്ന് പറയുന്നത് ആരാണ്. ചിപ്പു എക് ചിപ്കലി താ. ചിപ്പു ഒരു ലിസാർഡ് ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഘർ ശീർഷക് പാഠ് കെ ലിയെ ഉപയുക്ത് ക്യോം ഹെ. ഘർ എന്ന ഈ പാഠഭാഗത്തിന് പേരിടാനുള്ള കാര്യം എന്ത്. ക്യോംകി पहाड़ में मनुष्य और जीव जंतुओं के घर और उनके साथ रहने के बात की गई है. അതായത് ഈ പാഠത്തിൽ മനുഷ്യരും മറ്റ് സഹജീവികളും ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. അതുകൊണ്ടാണ് ഫർഹദ് കെ ഘർ കെ പെഹ്ലെ ചിപ്കലി കഹാം രഹത്തി തി. ഫർഹദിന്റെ വീട്ടിൽ താമസമാക്കുന്നതിന് മുന്നേ നമ്മുടെ ലിസാർഡ് എവിടെയാണ് താമസിച്ചിരുന്നത്. ശ്രീമതി ശാന്തിദാസ് കെ സാത്ത്. അതായത് ശ്രീമതി ശാന്തിദാസിന്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. ചിപ്കലി രാസ്തേ മേ കിസ്സേ മില. ചിപ്കലി നടന്നു വരുമ്പോൾ ആരെയാണ് കണ്ടത്. വഹ് ഏക് ഗിർഗിഡ് സേ മില. ആ ചിപ്കലി ഒരു കെമിലിയോണിനെയാണ് കണ്ടത്. ഫർഹദ് കാ നയ ഘർ കഹാം ഹേ. ഫർഹദിന്റെ പുതിയ വീട് എവിടെയാണ്. നീം സരായ മക്കാൻ നമ്പർ 205. അതായത് നീം സരായയിലുള്ള ബിൽഡിംഗ് നമ്പർ 205 ആണ്. छिपकली जब नए घर में पहुंचा तो वह किसी से मिला. പുതിയ വീട്ടിൽ ആദ്യമായി എത്തിയപ്പോൾ ചിപ്കലി ആരെയാണ് കണ്ടുമുട്ടിയത്. മക്കടിസെ. സ്പൈഡറിനെയാണ് കണ്ടുമുട്ടിയത്. മക്കടി ഓർ ചിപ്കലി കോ ചായ് കെ ലിയെ കിസ്നെ ബുലായ. ഈ സ്പൈഡറിനെയും ലിസാർഡിനെയും ചായക്കായിട്ട് ആരാണ് വിളിച്ചത്. തത്തയാനെ. ഒരു വാസ്പാണ് വിളിച്ചത്, കടന്നലാണ് വിളിച്ചത്. ഫർഹദിനെ സപ്നെ മേ ക്യാ ദേഖാ. ഫർഹദ് തന്റെ സ്വപ്നത്തിൽ എന്താണ് കണ്ടത്. ബുഖാരി മേ പുരാനി മട്കി കെ പാസ് ചിപ്കലി ने अंडे दे दी है और कमरे के पीछे गैलरी के कोने में मकड़ी ने बहुत बड़ा जाल तैयार किया है जिसमें कुछ मक्खियां भी है और ഫർഹദ് ഉസ്കി ഫോട്ടോ ഖീച്ച് രഹാ ഹെ. അതായത് നെയ്പോളിനരികിലുള്ള പഴയ പാത്രത്തിൽ ഒരു ലിസാർഡ് മുട്ടയിട്ടിരിക്കുന്നതും അതേപോലെ ഗാലറിക്ക് പുറകിലുള്ള മുറിയിലെ ഗാലറിക്ക് പുറകിലുള്ള ഒരു കോർണറിലായിട്ട് ഒരു മക്കിടി അതായത് ഒരു സ്പൈഡർ ഒരു വലിയ വല നെയ്തിരിക്കുന്നതും അതിൽ കുറച്ച് ഈച്ചകൾ പറ്റിപ്പിടിച്ചിരിക്കുന്നതും അദ്ദേഹം അത് ഫോട്ടോ എടുക്കുന്നതുമായിട്ടുള്ള സ്വപ്നമാണ് അദ്ദേഹം കണ്ടത്. ഫർഹദ് കോ ചപ്പൽ മേം പേർ ഹുയെ ഗുദ്ഗുദി ക്യോം ഹുവ. അതായത് ഫർഹദിന് തന്റെ ചപ്പൽ ഇട്ടപ്പോൾ എന്താണ് അദ്ദേഹത്തിന് ഒരു ഇക്കിളി പോലെ തോന്നിയത്. ചപ്പൽ മേം തീൻ ചോട്ടെ മേണ്ടക്കിയാം ഥി. അതായത് ചപ്പലില് 3 ചെറിയ തവളക്കുട്ടികൾ, ചെറിയ ഫ്രോഗ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇക്കിളിയായത്. ചോട്ടെ മേണ്ടക് ഉസ്കെ ഹാത്ത് സെ കേസെ കൂദ് ഗയ. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ആ ചെറിയ ഫ്രോക്സ് എങ്ങനെയാണ് താഴേക്ക് ചാടിപ്പോയത്. ഫർഹദ് മേണ്ടക് കോ ലേക്കർ ടഹൽ രഹേ തെ ഓർ ഏക് ഏക് കർക്കെ തീനോം കൂദ് ഗയ. അതായത് ഫർഹദ് ഈ 3 തവള കുട്ടികളെയും കയ്യിലെടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവ ചാടിപ്പോയത്.
അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ദെൻ താങ്ക് യു.